بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد أنزلنا آيات مبينات والله يهدي من يشاء إلى صراط مستقيم. ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين. وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون. وإن يكن لهم الحق يأتوا إليه مذعنين. أفي قلوبهم مرض أم ارتابوا أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم
ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إليك رسول الله خبت مطيتي تجوب الفيافي من عمانا إلى الأرج لتشفع لي يا خير من واطئ الحصى فيغفر لي ربي فأرجع بالفلج إلى معشر خالفت في الله دينهم فلا رأيهم رأيي ولا سرجهم سرجي وكنت امرأ بالخمر والحر مولعا شبابي حتى آذن الجسم بالنهج فبدلني بالخمر خوفا وخشية وبالحر حصانا فحصن لي فرجي فأصبحت همي في الجهاد ونيتي فلله مع صومي ولله مع حجي. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാദാപുരത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള 8ാം ഖണ്ഡന പ്രസംഗത്തിലാണ് നാം നിൽക്കുന്നത്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിപാടി തുടരുന്നതിനനുസരിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്കും ബുദ്ധിയും ഹിദായത്തും അല്ലാഹു തആല നൽകിയിട്ടുള്ള അല്പം വിദ്യാഭ്യാസമുള്ള ആളുകൾക്കും എല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ധാരാളമായി ഗ്രഹിക്കാനും പഠിക്കാനും അവസരം ഒരുങ്ങിയിട്ടുണ്ട് എന്നത് അവിതർക്കിതമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നും നാളെയും നമ്മുടെ ഈ പരിപാടി ഇവിടെ നടക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും ആവശ്യം വരുമ്പോൾ പിന്നെയും നമുക്ക് സംസാരിക്കാം. 2 ദിവസത്തിനിടയിൽ തീർത്തും പറയാൻ കഴിയാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്നും ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ വീറോടെ വാശിയോടെ നാദാപുരത്ത് വന്ന് നിങ്ങളുടെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖണ്ഡന പ്രസംഗത്തിന് തുടക്കം കുറിച്ച മൗലവി, ഇത് ഖബർസ്ഥാനിലെ വെല്ലുവിളിയല്ലല്ലോ, നിങ്ങളെ ഉമ്മറപ്പടിയിൽ വന്നിട്ടാ വെല്ലുവിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രസംഗം കഴിഞ്ഞാൽ വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നാദാപുരത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു കൊല്ലത്തോളം പിടിക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. കാരണം നമ്മുടെ ശക്തമായ പ്രമാണത്തിന്റെ വെളിച്ചത്തിലുള്ള നമ്മുടെ സംസാരത്തിൽ അദ്ദേഹം വിറങ്ങലിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പരമാവധി ജീവിതത്തിൽ ഈ പരിപാടി കുറച്ച് കൊണ്ടുവരാൻ
എങ്ങനെ കഴിയും എന്നാണ് മറുവശത്തുള്ള വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ ഖണ്ഡന പ്രസംഗം എത്രത്തോളം തുടരാൻ അദ്ദേഹം സന്നദ്ധമാണോ അത്രത്തോളം തുടരാൻ മരിക്കുന്നതുവരെ ഞാൻ റെഡിയായിരിക്കും എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ 20ാം വാർഷിക സമ്മേളനത്തിന്റെ വളരെ വൈപുല്യമുള്ള പ്രവർത്തനങ്ങളും തിരക്കുകളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ നാദാപുരത്ത് വന്ന് പ്രസംഗിച്ചാൽ പെട്ടെന്ന് മറുപടി ഉണ്ടാവുകയില്ലെന്നാണ് അപ്പുറത്തുള്ള വ്യക്തി മനസ്സിലാക്കിയത് എന്ന് തോന്നുന്നു. എന്നാൽ ആ തോന്നൽ ഇനിയും വേണ്ട. ഏത് സമയത്താണെങ്കിലും ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ അപ്പോൾ തന്നെ അതിന്റെ മറുപടി മറുവശത്തുള്ളവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് 10 മാസം കാത്തു നിൽക്കേണ്ടതില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ ഈ ഖണ്ഡന പ്രസംഗം വഴി ധാരാളം ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട്. പലരും എന്നെ ഫോണിലൂടെയും അല്ലാതെയും വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഏകദേശം 30ഓളം വർഷങ്ങളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്തും എതിരാളികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും എതിരാളികളുടെ കേന്ദ്രങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ വളർത്തിയും ഉയർത്തിയും നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ബറക്കത്ത് കൊണ്ടും സഹായങ്ങളെ കൊണ്ടും സഹകരണങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഖണ്ഡന പ്രസംഗം നാദാപുരത്ത് നടക്കുന്ന ഈ ഖണ്ഡന പ്രസംഗമാണ്. അതിന്റെ കാരണം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ സീഡികൾ കേട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരികയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അവർ ആ സന്തോഷ വാർത്ത പലപ്പോഴും നേരിൽ വന്ന് അറിയിക്കുകയും കത്തിലൂടെയും ഫോണിലൂടെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോ അപ്പുറത്തുള്ള ആള് ഈ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു, ഇതിന് കവർ ചെയ്യണല്ലോ, കൗണ്ടർ ചെയ്യണല്ലോ. നമ്മളെ കൂട്ടത്തിന് ഒരൊറ്റ ആള് പോലും അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ തിരിച്ചുള്ള അനുഭവമുള്ള ധാരാളം ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ കേട്ടോളൂ. എല്ലാവർക്കും അറിയാം, സന്തോഷകരമായ ഒരു കാര്യം, നാദാപുരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരിൽ തൗഹീദ് മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അപ്പുറത്തേക്ക് പോയിട്ടില്ല. അതേ അവസരത്തിൽ മറിച്ചുള്ള അനുഭവങ്ങൾ ധാരാളമാണ്. ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപക്ഷെ വേണമെങ്കിൽ ഈ സദസ്സിൽ തന്നെ ധാരാളം ആളുകൾ ഉണ്ടായേക്കും. അത് ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ഹഖിന്റെ പവറാണ്. അൽഹംദുലില്ലാ, സന്തോഷത്തോടുകൂടി ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇങ്ങോട്ടൊരൊറ്റ വ്യക്തിയും വന്നിട്ടില്ല. എന്റെ പ്രസംഗം കൗണ്ടർ ചെയ്ത്, എന്നാൽ ഒറ്റ ഒന്ന് മാത്രം ബർക്കത്തിന് ഞാൻ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരാളുടെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്നു. മൗലവിക്ക് പോയി അന്വേഷിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി അടുത്ത വരവ് ഒരു 12 മാസം കഴിഞ്ഞിട്ടോ അല്ലാതെയോ വരുന്ന സമയത്ത് ഒന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹലോ,
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാഹ് ഖൈറ്. ഹലോ, ഞാൻ ഖത്തറിൽ നിന്നാണ്. പറ, എന്താ പേര്? എന്റെ പേര് അബ്ദുറസാഖ്. എവിടെ സ്ഥലം? തൃശ്ശൂർ ജില്ലയിലാണ്, ചാവക്കാട്. ചാവക്കാട്. ഖത്തർ പറയായോ? ഖത്തറിൽ ഇപ്പൊ ഒരു ഏകദേശം 5 കൊല്ലായി. അത് ശരിയാ. സുഖം തന്നെ അല്ലേ? അൽഹംദുലില്ലാഹ് സുഖമാണ്. പിന്നെ എന്തെല്ലാം വിശേഷം പറയും? നല്ല വിശേഷം, സുഖമാണ്. ഞാന് വെങ്കിടങ്ങില് റഫീഖ് പറഞ്ഞിരുന്നില്ലേ? അതെ, നിങ്ങൾ നേരത്തെ മുജാഹിദ് ആശയക്കാരനായിരുന്നോ? അതിനോട് ബന്ധപ്പെട്ടപ്പോഴാണ് അവിടെ ജോലിക്ക് പോയത്. അതിനൊക്കെ അനുഭവം തോന്നിയിട്ട്. മുജാഹിദ് പള്ളിയില്? അതെ. ഏത് പള്ളിയില്? അവിടെ വെങ്കിടങ്ങ് സെന്ററിലൊരു പള്ളി, മനസ്സുണ്ട് അവിടെ സ്ഥലത്തേക്ക് മറിച്ചത്, ജോലി ചെയ്തത്. ശരിയാ. അവിടെ ഇമാമത്തേനും? ഇമാമത്തായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ അതിനുശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ റഫീഖ് നമ്മളെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടോ? ഉണ്ട്. ഇവിടുന്നാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. നാദാപുരം കണ്ട അതുപോലെയുള്ള കേസറ്റുകളൊക്കെ ഇവിടുന്നാണ് കേട്ടത്. അപ്പോഴാണ് പിന്നെ ഇതിന്റെ ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായത്. രണ്ടുപേരും മുഖാമുഖം നിന്നിട്ട് പറയുമ്പോഴാണ് കൂടുതൽ വ്യക്തത ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ ആണ് കാര്യങ്ങൾ മനസ്സിലായത്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ റാഹത്താണ്. അൽഹംദുലില്ലാഹ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ. അല്ലാഹുവിൽ നിന്നുള്ള അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. ഓക്കെ, ഇത് ഞാൻ അപ്പുറത്ത് നിന്നൊരൊറ്റ ആളും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് സലഫി പള്ളിയിലെ ഇമാമ് നാദാപുരം ഖണ്ഡനം കേട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നതായി എന്നെ തന്നെ വിളിച്ചു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സംഭവം ഈ സദസ്സിൽ കേൾപ്പിച്ചിട്ടുള്ളത്. ഇത് മൗലവിക്ക് കാതുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മളെ മൗലവി അലി വരികയാണെങ്കിൽ കുറെ നേരത്തെ തന്നെ മുജാഹിദീങ്ങളായ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ കുറെ ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് രംഗത്ത് കൊണ്ടുവന്നു എന്ന് വരാം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലുകൾ ധാരാളം പുതിയത് നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിലും, ധാരാളം വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നുണ്ടെങ്കിലും രോഗവും രോഗികളും ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളായിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ നാശമായിക്കൊണ്ടേയിരിക്കുകയല്ലാതെ മനുഷ്യൻ നന്നായിക്കൊണ്ടേയിരിക്കുക എന്നത് വ്യാപകമായി ഉണ്ടാവുകയില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അങ്ങനെ ഉണ്ടായാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പുലരുകയില്ല. അന്ത്യനാളാകുന്ന സമയത്ത് ധാരാളമായി ശർറ് വർദ്ധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 50 or 100 കൊല്ലങ്ങൾക്ക് മുമ്പ് പല നാടുകളിലും ഇല്ലാത്ത വിധത്തിൽ മദ്യപാനികളും വ്യഭിചാരികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തുടങ്ങി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്ത എല്ലാ നാശങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ബാബുൻ ലാ യഅതി സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു, ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഫിതനിൽ കൊടുക്കുകയാണ്. എന്താണ് ആ അധ്യായത്തിന്റെ അർത്ഥം? ഒരു കാലവും ഉണ്ടാവുകയില്ല, വരികയില്ല, ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻഹു, അതിന്റെ ശേഷമുള്ളത് ആദ്യകാലത്തെക്കാൾ നാശമായിട്ടല്ലാതെ ഒരു കാലവും വരികയില്ല എന്ന് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമായി പ്രവർത്തിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. മഹാനവറുകൾ പറഞ്ഞു, ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിച്ചിരിക്കണം, ഫൈന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ, കാരണം നിങ്ങൾക്കൊരു കാലവും വരികയില്ല, ഇല്ലാ വല്ലദീ ബഅദഹു അശർറു മിൻഹു,
ഓരോ കാലവും വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാലം അതിനേക്കാൾ നാശമായിരിക്കും. മോശക്കാര് വർദ്ധിക്കും. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അബദ്ധങ്ങളുള്ളവരും തെറ്റ് ചെയ്യുന്നവരും പിഴച്ചവരും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ ഓരോ കാലവും കഴിയുമ്പോൾ നാശം വർദ്ധിക്കുകയല്ലാതെ നന്നാവുക എന്ന പ്രശ്നം ഉണ്ടാകുന്നതല്ല. സമീഅതുഹു ബിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെങ്കിൽ, അന്ത്യനാൾ വരെ ദിനേന കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ലോകം നാശമായിക്കൊണ്ടേയിരിക്കും. അത് തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. അത് തടുക്കാൻ അല്ലാഹു നമ്മളെ കൽപ്പിച്ചിട്ടും ഇല്ല. നമ്മളോട് അല്ലാഹുവിന്റെ കൽപ്പന പഠിച്ച സത്യം തുറന്ന് പറയണം, ഉള്ളത് വിശദീകരിച്ചു കൊടുക്കണം, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അതാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷണം. അത്തഇബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂൻ الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله فبشر المؤمنين. ഖുർആൻ കപട വിശ്വാസികളുടെയും സത്യവിശ്വാസികളുടെയും ലക്ഷണങ്ങൾ വേർതിരിച്ചു പറയുന്ന സ്ഥലത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തഇബൂൻ, സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയതിലും ദുഷ്കർമ്മങ്ങൾ വന്നുപോയതിലും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾ. പിന്നെയോ അൽ ആബിദൂൻ, സർവ ഇബാദത്തുകളും അല്ലാഹുവിന് നൽകി ലോകമാന്യത്തിന് വേണ്ടിയല്ല, ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല, പടച്ചവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ. പിന്നെയോ അൽ ഹാമിദൂൻ, അല്ലാഹു തന്ന തൗഫീഖ്, അല്ലാഹു തന്ന ഭാഗ്യം, അൽഹംദുലില്ലാഹ് എന്നെ അല്ലാഹു തആല പിഴച്ച പാർട്ടിയിൽ പെടുത്തിയില്ലല്ലോ, ഔലിയാക്കളെ കുറ്റം പറയുന്നവരിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ, നബിയെ തള്ളിപ്പറയുന്നവരിൽ പെടുത്തിയില്ലല്ലോ, ഖുർആനെ ചോദ്യം ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ, ഇമാമിങ്ങളെ മദ്യപാനിയാക്കുന്ന കക്ഷികളിൽ ഉൾപ്പെട്ടില്ലല്ലോ. എന്നെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയല്ലോ. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്താനും കർമ്മങ്ങൾ നന്നാക്കാനും അല്ലാഹു ജല്ല ജലാലുഹു തൗഫീഖ് കൊടുത്തതിൽ പടച്ചവന് ധാരാളം സ്തുതിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അസ്സായിഹൂൻ, അല്ലാഹുവിന് വേണ്ടി ഭക്ഷണവും വെള്ളവും കൈയൊഴിച്ച് നോമ്പെടുത്ത് ജീവിക്കുന്നവർ. പിന്നെയോ അർറാക്കിഊന സാജിദൂൻ, നിസ്കാരവും അതേ റുകൂഉം സുജൂദും ഒക്കെ നിർവഹിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ. പിന്നെയോ അതേ അല്ലാഹുവിന്റെ ഖുർആൻ പ്രത്യേകം പറയുകയാണ്, ഒന്ന് തൗബയുള്ളവരാകണം, രണ്ടാമത്തെ റബ്ബിനെ ഹംദ് അല്ലാഹുവിനെ ആരാധിക്കുന്നവരാകണം, അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാകണം, നോമ്പെടുക്കുന്നവരാകണം, നിസ്കാരം നിർവഹിക്കുന്നവരാകണം. പിന്നെ എന്ത് വേണം? അത് മാത്രം പോരാ. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവരാകണം. മുജാഹിദ് പറഞ്ഞു പോകട്ടെ, ജമാഅത്തുകാരായി നടക്കട്ടെ, നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാത്ത പാട്ടിന് പോകട്ടെ, കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കട്ടെ, നമ്മളതിൽ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന കക്ഷി മുഅ്മിനല്ല. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി, നല്ല കാര്യം കൽപ്പിക്കുന്നവരാകണം. വന്നാഹൂന അനിൽ മുൻകരി, നിഷിദ്ധമായ കാര്യങ്ങളെ വിരോധിക്കുന്ന കക്ഷികളാകണം. പിന്നെയോ അൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അല്ലാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിക്കാതെ ജീവിക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്, ഹറാമാക്കിയതിലേക്ക് ചാടി വീഴാതെ, തെറി പറയാതെ, ചീത്ത പറയാതെ, വഞ്ചിക്കാതെ, കബളിപ്പിക്കാതെ, അസത്യം പറയാതെ, അതുപോലെ അനാവശ്യം സംസാരിക്കാതെ, എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം.
അൽ ഹാഫിദൂന ലിഹുദൂദില്ലാ. ഈ 9 ലക്ഷണങ്ങളുള്ളവനാണ് ശരിയായ മുഅ്മിനായ മനുഷ്യൻ. ഫബശ്ശിരിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവരെ ആര് ചീത്ത പറഞ്ഞാലും, ആര് തെറി പറഞ്ഞാലും, ആര് ഗീബത്ത് പറഞ്ഞാലും, ആര് കുറ്റം പറഞ്ഞാലും അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്. ഇത് റബ്ബിന്റെ അതാ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തെ നാം അംഗീകരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ആർക്കും ആരെയും സന്മാർഗത്തിലാക്കാൻ അധികാരമില്ല. അത് റബ്ബിനുള്ളതാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. തെളിവില്ലാഞ്ഞിട്ടല്ല, പ്രമാണം കൊടുക്കാഞ്ഞിട്ടല്ല, പണ്ഡിതനാകാഞ്ഞിട്ടല്ല, സംശുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, യാതൊരു കുറ്റവും ഉണ്ടായിട്ടല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗങ്ങൾ നടന്നപ്പോൾ, വഅദുകൾ നടന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിദായത്തിലേക്ക് വരുന്നു. അതേ സമയത്ത് അബൂജഹൽ നന്നായില്ല, മരിക്കുന്നത് വരെ നന്നായില്ല. മരിക്കാൻ നോക്കുമ്പോഴും അവന്റെ തൊള്ളക്കൊരു കുറവുമില്ല, അവന്റെ തൊള്ളക്കൊരു കുറവുമില്ല. ബദറിൽ വീണു, ശത്രുപക്ഷത്ത് വന്ന് ബദറിൽ വീണു. അവിടെ വെച്ച് അത് മുസ്ലിം സൈന്യവുമായി ഏറ്റുമുട്ടിയിട്ട് മലായികത്ത് വന്നവനെ തള്ളിയിട്ടു. മഹാന്മാരായ സഹാബത്ത് അടുത്ത് ചെല്ലുമ്പോ തൊള്ളക്കൊരു കുറവുമില്ല. തോറ്റമ്പിയിട്ട് ഖബറിലേക്ക് പോകാൻ, പൊട്ടക്കിണറ്റിലേക്ക് പോകാൻ ബദറിൽ വീണ സമയത്തും തൊള്ളയുടെ നീളം എത്രയാണെന്നറിയോ? അബൂജഹൽ എന്താ പറഞ്ഞത്? അബൂജഹൽ പറഞ്ഞു, നീട്ടി മുറിക്കൂ എന്റെ തല, നീട്ടി മുറിക്കൂ എന്റെ തല. എന്റെ പ്രതിയോഗിയായ മുഹമ്മദ് ഒന്ന് കണ്ട് ഭയപ്പെടട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രത്തോളം ഇസ്ലാമിന്റെ നേതൃത്വത്തിന് പവറുണ്ടോ അത്രത്തോളം അപ്പുറത്തെ പ്രതിയോഗിക്കും നാവിന് നീളമുണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തി കളയാമെന്ന നിലക്ക് വരുന്ന ദീനിന്റെ ശത്രുക്കൾ. പക്ഷേ വയബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹ്, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുശ്രികൂൻ, മുശ്രിക്കുകൾ അത് വെറുത്താലും, ദീനിന്റെ ശത്രുക്കൾ വെറുത്താലും, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രകാശം അല്ലാഹു ഇവിടെ നിലനിർത്തും. ആ വെളിച്ചം അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ലഭിക്കും. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവൻ ഉദ്ദേശിച്ചവരെ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പ്രകാശത്തിലേക്ക് തിരിക്കും. അതുകൊണ്ട് ഹുസൈൻ സലഫി നന്നാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ സക്കരിയ സലാഹി നന്നാകുന്നില്ലല്ലോ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അല്ലാഹു ജല്ല ജലാലുഹു ചില കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞത് സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയേ, അവിടുന്ന് എത്ര തന്നെ പ്രസംഗിച്ചാലും താക്കീത് ചെയ്താലും തെളിവ് പറഞ്ഞാലും ചില കക്ഷികൾ നന്നാവൂല. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ അതാണെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ പണ്ഡിതന്മാർ അത് തന്നെയായിരിക്കും അനുഭവിക്കുക എന്നതിൽ സംശയം ഇല്ല. സഹോദരന്മാരെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകാം. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നാം ഇവിടെ ഖണ്ഡന പ്രസംഗം നടത്തി. ഇപ്പൊ മുജാഹിദ് മൗലവിമാരുടെ കാര്യം കുറച്ച് പ്രയാസമാണ്. പക്ഷെ പ്രയാസമുള്ള സമയത്ത് നാവിന് കുറവുണ്ടാവില്ല. വീണ സ്ഥലത്തൊന്നും നീട്ടിമുറിക്കാൻ പറയും. അതെങ്ങനെ? നമ്മുടെ പ്രസംഗം 7 പ്രാവശ്യം ഇവിടെ തുടർന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കിതാബുകൾ കൊണ്ടുവന്ന് നിരത്തി. ദശക്കണക്കിന് ഇമാമുകളുടെ കിതാബുകൾ വായിച്ചുകൊണ്ട് ഇമാമുകളും ഇസ്തിഗാസയും ഇമാമുകളും എന്ന വിഷയം അവതരിപ്പിച്ച് പ്രസംഗിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങൾ
ആ പ്രസംഗം കേട്ടു. വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരക്കണക്കിന് CD-കൾ പലരും വാങ്ങി അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതി അവർ ഫ്രീ ആയി വിതരണം ചെയ്തു. അങ്ങനെ ധാരാളം ആളുകൾ ആ വിഷയം നന്നായി പഠിച്ചു. ഇപ്പോ നമ്മുടെ നാട്ടിൽ കുറെ വിദ്യാഭ്യാസ രംഗത്തും നല്ല ഉയർന്ന ആളുകളും സാധാരണക്കാരൊക്കെ മൗലവിമാരെ കണ്ടാൽ അവർ ചോദ്യം ചോദിക്കാൻ അങ്ങോട്ട് പോവാൻ, മൗലവിമാരോട് ചോദ്യം ചോദിക്കുക. പക്ഷെ മൗലവിമാര് നിൽക്കുന്നില്ല, മെല്ലെ തെറ്റിക്കളയും. ഈ അടുത്ത് ഒരു കോളേജ് ലെക്ചറർ, അദ്ദേഹം ഫിസിക്സിന്റെ ലെക്ചറാണ്. അദ്ദേഹം സെലഫി സ്ഥാപനത്തിൽ പോയി മൗലവിമാരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം പള്ളി ദർസിലൊന്നും ഓതിയ വലിയ ആലിമൊന്നുമല്ല, പക്ഷേ 7 ഖണ്ഡന പ്രസംഗവും നന്നായി കേട്ട് പഠിച്ചിട്ടുണ്ട്. മറ്റേ മൗലവിന്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനാണ്, ഹിദായത്തുണ്ട്. അങ്ങനെ കിതാബും എടുത്തു പോയി, ഇമാം നവവി റളിയല്ലാഹുവിന്റെ ശർഹുൽ മുഹദ്ദബും എടുത്തു പോയി. മൗലവിമാര് കുടുങ്ങി മറിഞ്ഞ് നോ ആൻസർ. ഒന്ന് വെച്ചു കൊടുത്താ മോനെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയി ശുപാർശ ചെറുക്കല്ലേ അല്ലാന്ന് അല്ലേ? അല്ലാതെ പറഞ്ഞു നിങ്ങള് ഖബറിന്റെ അടുത്ത് പോയി യാ റസൂലല്ലാഹ് വഖദ് ജിത്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിയൻ ബിക യാ റബ്ബി എന്ന് റസൂലുള്ളാഹി നേരെ ഹിതാബോട് കൂടി ശുപാർശ തേടിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ആ വാചകത്തിൽ ഇല്ലാന്നാണോ നിങ്ങളുടെ വാദം? അവിടെ ശിർക്കില്ലാന്നാണോ വാദം? ഈ ശുപാർശ തേടലുണ്ടോ? അവരുടെ അടുത്ത് പോയി ശുപാർശ തേടലുണ്ടോ? അതിന് അതെ അതല്ല ഇതേ വായിച്ച അർത്ഥം അർത്ഥം എന്താ? പിന്നെ അതിന്റെ അർത്ഥം എന്താ? പിന്നെ അതിന്റെ അർത്ഥം ഉണ്ടാവുമല്ലോ. മഞ്ഞളില്ല ഇവിടെ ആവശ്യമില്ലല്ലോ. എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധമില്ലാണ്ടാണ് നിങ്ങൾ എന്നോട് പറഞ്ഞ ചെറിയ കുട്ടികൾ സംശയമുണ്ട്. അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട. എന്നാ ചെറിയ കുട്ടീനെ വിടാം സ്ഥാപിക്കാൻ കഴിയെങ്കിൽ നിങ്ങൾ ആ മാതിരി വർത്താൻ കാര്യം നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് നമുക്ക് അഭിമുഖം പറ്റുമെന്ന് പറയാം. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. ചെറിയ കുട്ടിയായതാണ് വലിപ്പം കൂടിയതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഒരു കുട്ടീനെ വിടാലോ. നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, വലിപ്പം കൂടിയതാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ നമുക്ക് കുട്ടീനെ വിടാം. ഞാൻ ഈ വിഷയത്തിൽ പുതിയ വർത്തമാനം നിങ്ങൾ അതിൽ എന്നോട് പറഞ്ഞ തവസ്സുലാണ് ഇല്ല എന്നും തവസ്സുലാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അപകടങ്ങളൊന്നും ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. തവസ്സുൽ മരണാനന്തര തവസ്സുലിന്റെ വിധി എന്ത്? ഒന്ന്, അവിടെ തവസ്സുല് മാത്രമേ ഉള്ളൂ, ഇസ്തിഹാസ ഇല്ല എന്നാണോ? 2, മൂന്നാമത്തത് നബി ഇമാമത്ത് ഉമ്മക്ക് മുമ്പ് വേറെ ഇതിനെതിരായി പറഞ്ഞിട്ടുണ്ടോ? 4, 5 നബി ഇമാമത്ത് അംഗീകരിച്ചിട്ട് പറഞ്ഞതാണോ അല്ലയോ? ഇതാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. ആവർത്തിച്ച് പറയണം. നബിമാവിന്റെ ഇസ്തിഹാസകളാണ് ഈ കൂടുതൽ അവസരം കൊടുക്കാം. ആലോചിച്ച് പറയേണ്ട വിഷയമാണല്ലോ ശരിക്കും. ഇത് വിശദമായി ആദ്യം മുതൽ അവസാനം വരെ വേണേ സാസ് കിട്ടും. ഈ CD ഞാൻ ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചതാ. ഈ ഫിസിക്സിന്റെ ലെക്ചറർ മൗലവിമാരോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും ഈ സദസ്സിലുണ്ടാവും. മൗലവിമാർ എപ്പോഴെങ്കിലും റെഡി ഉണ്ടെങ്കിൽ അയാൾ തന്നെ പറഞ്ഞു വെച്ചുതരാം. ഏതെങ്കിലും മൗലവി തയ്യാറുണ്ടെങ്കിൽ ഇതേ മാഷെ തന്നെ അയച്ചുതരാം. അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. അയാൾ 7 ഖണ്ഡന പ്രസംഗം പഠിച്ചതാണ്. അങ്ങനത്തെ 100 കണക്കിന് ആളുകളെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ 7 ഖണ്ഡനത്തിലൂടെ വാർത്തെടുക്കാൻ സാധിച്ചു. ഇത് ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്ത് 8 ഖണ്ഡന പ്രസംഗം നടത്തിയല്ലോ, ഒരൊറ്റ മനുഷ്യൻ സദസ്സെന്ന് വാർത്തെടുത്തത് വേണ്ട, ആ പ്രസംഗിച്ച ആള് തന്നെ നേരിൽ സംസാരിക്കാൻ റെഡിയുണ്ടോ? ഈ മാഷുമായിട്ട്, ഈ മാസ്റ്ററുമായിട്ട് നേരിൽ സംസാരിക്കാൻ അപ്പുറത്ത് പ്രസംഗിക്കുന്ന മൗലവി തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
നമ്മളെ ഖണ്ഡന പുസ്തകത്തിന്റെ ഫലാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് അറിയിച്ചോളൂ. ഇപ്പൊ തന്നെ മാഷോട് ഡേറ്റും ഞാൻ വാങ്ങി തന്നേക്കാം. ഞാനൊന്നും ആവശ്യമില്ല. ഇബ്രാഹിം സാദ് വേണ്ട, മുത്തലിബ് സാദ് വേണ്ട, തങ്ങൾ വേണ്ട, ഞങ്ങൾ ആരും വേണ്ട. ഈ മാഷോട് സംവാദം നടത്താൻ കിതാബ് വെച്ചിട്ട് ഇതുപോലെ കിതാബും വെച്ച് പറയണം. അദ്ദേഹം കിതാബും വെച്ച് സംസാരിക്കുന്നില്ലേ, അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ നീട്ടി മുറിക്കാൻ വേണ്ടി അപ്പുറത്തൊന്നും പറയാനല്ല, മറിച്ച് കിതാബും വെച്ച് സംസാരിക്കുക. അതിന് ഇദ്ദേഹം ചെയ്തതുപോലെ കിതാബ് വെക്കുക, സംസാരിക്കുക. അതിന് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മാഷ ഡേറ്റ് എപ്പോ വേണമെങ്കിലും വാങ്ങി തന്നേക്കാം. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പോകുന്നു. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ അല്ലാഹു ജല്ല ജലാലുഹു മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വേണ്ടി തന്നെ വലിയ സംവിധാനം ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കാനുള്ള സംവിധാനം വേറെയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ആർക്ക് സന്മാർഗം ലഭിക്കുന്നുണ്ടോ അവൻ ഭാഗ്യവാനാണ്. ആര് ദുർമാർഗത്തിലേക്ക് പോകുന്നുണ്ടോ അവൻ അബദ്ധത്തിൽപ്പെട്ടവനാണ്. ഇബ്ലീസിനെ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. അവൻ എവിടെയും ദുർമന്ത്രണം നടത്തും, വസ്വാസ് ഉണ്ടാക്കും, വിശ്വാസത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ജനങ്ങളെ പഴപ്പിക്കാൻ ധാരാളം ശത്രുക്കളെ അല്ലാഹു ജല്ല ജലാലുഹു വെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് അമ്പിയാക്കളെയും മലക്കുകളെയും ഔലിയാക്കളെയും സാലിഹീങ്ങളെയും അലിമീങ്ങളെയും ഇമാമീങ്ങളെയും ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അങ്ങനെയും അല്ലാഹു സംവിധാനം വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സംവിധാനത്തിൽ നിന്ന് സത്യത്തിന്റെ വഴിയിലേക്ക് പോകുന്നവരെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന ഒരു കക്ഷിയാണ് മജൂസികളും യഹൂദികളും. ഈ യഹൂദികൾ മനുഷ്യരെ പഴപ്പിക്കാൻ ധാരാളം ശ്രമം നടത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അലം തറ ഇലല്ലദീന ഉതൂ നസീബം മിനൽ കിതാബി യസ്തറൂന ളലാലത വയുരീദൂന അൻ തദുല്ലുസ് സബീൽ. അല്ലാഹുവിൽ ഗ്രന്ഥം നൽകപ്പെട്ട ഒരു കൂട്ടർ, ആ കക്ഷികളെ തങ്ങൾ നോക്കുന്നില്ലേ? അവരെന്താ ചെയ്തത്? അതാ വഴികേട് വിലക്ക് വാങ്ങുകയാണ്. സത്യം അവർ സ്വീകരിക്കുന്നതിന് പകരം അസത്യവും വഴികേടും വിലക്ക് വാങ്ങുകയാണ്. വയുരീദൂന അൻ തദില്ലുസ്